ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്ത ഗാലറി. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. കണവ വെച്ചിട്ടുള്ള തേങ്ങാച്ചോറ്. അപ്പോൾ അതെങ്ങനെയാണെന്നും എന്തൊക്കെ വേണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ടും എടുത്ത് ചിരവി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പിടി മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ 1 ടീസ്പൂണ് പെരുംജീരകം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മാറ്റി വെക്കാം. നമുക്കപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ പാലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇതൊക്കെ ഞാൻ ഓരോ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇതിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഓണാക്കിയിട്ടില്ല. അതിന് മുന്നേ നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ച കണവ ചേർത്ത് കൊടുക്കാം. കണവ അല്ലേ കൂന്തൽ, നമ്മളവിടെയൊക്കെ കൂന്തൽ തന്നെയാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ തലയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ തലയൊക്കെ ഇടുമ്പോഴേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഓക്കെ, കണവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്ത് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, വേവിക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, അപ്പോഴേക്കും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരികയും ചെയ്യും. നമുക്കൊന്ന് ഇത് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, കൂന്തലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയൊന്ന് വീണ്ടും ഇത് ഓൺ ചെയ്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഗരം മസാലയുടെ മിക്സായ ഏലക്കായും ഗ്രാമ്പും പട്ടയും ഇട്ടൊന്ന് വറുക്കാം. ജസ്റ്റ് 2 ഏലക്കായും 2 കറാമ്പൊക്കെ മതിയാകും. ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല പോലെ വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമായ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ ഒക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്ത്. ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3 പച്ചമുളകും ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായി മുറിച്ച് വെച്ച തക്കാളിയാണ്. 1 തക്കാളിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. തക്കാളി ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. എല്ലാം നല്ല കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടി ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളകാണ്, കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാം. അതുപോലെ 1 സ്പൂൺ, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ വഴറ്റി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അതിന് നേരെ ഡബിളാണ് വെള്ളം എടുക്കുന്നത്. 3 ഗ്ലാസ് ആയിരിക്കും. ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 6 ഗ്ലാസ് വെള്ളം ഞാൻ അവിടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പൊന്നി അരിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മട്ടയോ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് കണക്കായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ പൊന്നി ആയത് കാരണമാണ് നേരെ ഡബിൾ വെള്ളം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യും. വെള്ളം വറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച 3-ാം പാല് ചേർത്ത് കൊടുക്കാം. 3-ാം പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച്, തീ കുറക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ചൊന്ന് മൂടി വെച്ച് വേവിക്കും. ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലേ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ല അടിയോടെ തന്നെ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഞാൻ മൂടി വെക്കുകയാണ്. വെള്ളം ഒന്നും കൂടി വറ്റാനുണ്ട്. അതുകൂടി വറ്റിയതിന് ശേഷം നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെള്ളം വറ്റിയോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 2-ാം പാൽ ഒഴിച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. അപ്പോഴേ വെള്ളം വേഗം വറ്റി കിട്ടും. തീ കുറച്ച് വെച്ചതാണ്. ചോറും വേവാനുണ്ട്. ഇതിപ്പോൾ ഏകദേശം 3/4 വേവേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചിട്ട് വെള്ളം നല്ല പോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം ഒന്ന്. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കൂന്തലും 1-ാം പാലും ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ മാറ്റി വെച്ച കൂന്തലും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് വളരെ ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. 1-ാം പാൽ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ എടുത്തു വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കണം. വളരെ ചെറിയ തീയിൽ വേണം വെക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും. തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട്. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല പോലെ മിക്സാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കണം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാച്ചോറ് ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ മൂടി വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല. അടി പിടിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചത് കാരണം പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിതൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലേ അടിക്ക് പിടിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മണം തന്നെ തുറക്കുമ്പം തന്നെ വരുന്നുണ്ട്. ഓക്കെ, വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണവ ചേർത്തിട്ടുള്ള തേങ്ങാച്ചോറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.